അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം അതാണ് നമ്മൾ പഠിക്കുന്നത്, സൂറത്തു ആലു ഇമ്രാൻ. ഇനി നമ്മൾ 5, 6 വചനങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം. അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. വിശുദ്ധ ഖുർആൻ നിർബന്ധമായും ഒരാൾ പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്ന അറിവ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല എന്ന് നീ പഠിച്ചു മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ നമ്മൾ അറിയും? അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാൻ അള്ളാഹു പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ നമുക്കറിയൂ. അള്ളാഹു പറഞ്ഞു തരാത്ത, അവനെപ്പറ്റി അവൻ പറഞ്ഞു തരാത്ത ഒരു നിഗമനങ്ങളും ഒരു ഊഹങ്ങളും യഥാർത്ഥത്തിൽ എന്തല്ല, ശരിക്കുള്ള അറിവല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നമുക്കെന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പറഞ്ഞു തരുന്ന അറിവാണ് ശരിയായ അറിവ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്ന അവൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ നാമഗുണങ്ങൾ, ഇതൊന്നും നമുക്ക് വ്യാഖ്യാനിക്കുക സാധ്യമല്ല. അതിൻ്റെ ഭാഷാപരമായ അർത്ഥത്തിൽ നിന്നുകൊണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു തന്നതിൽ നിന്നും വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചതിൽ നിന്നുമൊക്കെ നമ്മൾ അതുപോലെ മനസ്സിലാക്കുക എന്നല്ലാതെ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ചിന്തയോ ഒന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ പാടില്ലാത്ത കാര്യമാണ്. അപ്പം അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് എന്തിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സമാനമായ മറ്റുള്ളവയെ ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ട്രെയിൻ കാണാത്ത ഒരു കുട്ടിനോട് നമ്മൾ ട്രെയിൻ എന്താന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓൻ ബസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയും, ബസ്സിനെ പോലുള്ള ഇങ്ങനെ കുറേ ബോഗികളാണ്, പക്ഷെ റോട്ടിലൂടെ അല്ല പോവുക എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തുണ്ടാകും, ഒരു ചിത്രം വരും. കാണാത്ത ഒന്നിനെ കണ്ടതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കാര്യവും അള്ളാഹുവിനെ പോലെ മറ്റൊന്നില്ലാത്ത, ലൈസ കമിത്ലിഹി ശൈഉൻ, അള്ളാഹിനെ പോലെ വേറൊന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നുമായും സമാനപ്പെടുത്തിയിട്ടോ ഒന്നുമായും സാദൃശ്യപ്പെടുത്തിയിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം അള്ളാഹിനെ പോലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറൊന്നും അങ്ങനെയില്ല. അവൻ ജനിച്ചവനല്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവന് പിതാവില്ല, അവന് പുത്രനില്ല എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന് സമാനമായി ഒന്നുമില്ലാത്തത് കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മറ്റൊന്നുമായി ബന്ധപ്പെടുത്തിയോ സാമ്യപ്പെടുത്തിയോ നമുക്ക് പറ്റില്ല. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതെല്ലാം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. ഇപ്പൊ ചില ആളുകൾ അറിവില്ലാതെ ചോദിക്കും, അള്ളാഹിനെ ആരാണ് പടച്ചത്? അള്ളാഹുവിനെ ആരാണ് പടച്ചത് എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. എന്തുകൊണ്ടാണ് അപ്രസക്തമാകുന്നത്? പടക്കപ്പെടുന്നവരെല്ലാം സൃഷ്ടികളാണ്. അപ്പൊ അള്ളാഹിനെ ആരെങ്കിലും പടച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിയായി. സൃഷ്ടാവ് മാത്രമേ സൃഷ്ടിയല്ലാത്തതുള്ളൂ, ബാക്കിയെല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു മാത്രം സൃഷ്ടാവാണ്. അതുകൊണ്ട് ആ ചോദ്യം ഒരിക്കലും പ്രസക്തമല്ല. പിന്നെ അങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏത് നാമങ്ങളാകട്ടെ, ഗുണങ്ങളാകട്ടെ, വിശേഷണങ്ങളാകട്ടെ, അതിനൊന്നും പരിമിതികളോ പരിധികളോ ഇല്ല. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുമ്പോൾ ആ അറിവ് എന്താണ്?
മറ്റുള്ള ഒന്നിനോടും നമുക്ക് സാദൃശ്യപ്പെടുത്താനോ സമാനപ്പെടുത്താനോ പറ്റാത്തതാണ് അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോധം എന്താണ്? അവൻ ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ്. ആരാധനക്കും പരമമായ വണക്കത്തിനും അർഹനായി അവകാശിയായി അവൻ മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവനെക്കുറിച്ചുള്ള നമ്മുടെ ഏതൊരറിവും ആ അർഹത മറ്റൊരാൾക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിന് 2 നാമങ്ങൾ പഠിച്ചു. ഒന്ന് അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മനസ്സിലായി? അപ്പോൾ ജീവനില്ലാത്ത ഒരവസ്ഥ മുമ്പുമില്ല ശേഷവുമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ മറ്റുള്ളവയൊന്നും നിത്യജീവനുള്ളവയല്ല. അതുകൊണ്ട് അവയൊന്നും ആരാധനക്ക് അർഹരല്ല. അപ്പൊ അള്ളാഹ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന് നമ്മൾ പഠിച്ചാൽ അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്നാണ്. പിന്നെ നമ്മൾ പഠിച്ചു അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു. എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാരും ഒന്നിനെയും സമ്പൂർണമായി നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല. കാരണം അവരുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി അതിനെ അതിജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളും വരും. ഇപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഡ്രൈവിംഗ് സമ്പൂർണമായും ഞാൻ തന്നെ നിർവഹിക്കും, അതിലൊരു അപാകതയും വരില്ലെന്ന് പറയാൻ നമുക്ക് പറ്റാത്തത് സമ്പൂർണമായ ആ വാഹനത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല. അതിന് അള്ളാഹുവിൻ്റെ സഹായം കൂടെ നമുക്ക് എന്താണ് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാറ്റിനും മുകളിലാണ് അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടാവുമ്പോൾ അവനോട് ചോദിക്കല്ലേ നമുക്ക് നല്ലത്. മറ്റാര് വിചാരിച്ചാലും അവർക്ക് നിയന്ത്രണങ്ങൾ സമ്പൂർണമായി സാധ്യമല്ലാതെ വരുമ്പോൾ അവരോട് ചോദിക്കുന്നത് എന്തിനാ? നമ്മൾ എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവനല്ലേ ചോദിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കുവാനും അർഹനായവൻ. അപ്പം അള്ളാഹുവിൻ്റെ ഏത് നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെയൊക്കെ അന്തസത്ത നമുക്ക് തരുന്ന ആശയം എന്താണ്? അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്നതാണ് നമ്മൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ നാമഗുണ വിശേഷണങ്ങളിലൂടെയും അള്ളാഹുവിനെ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അറിവ് അതാണ്. ധാരാളം പ്രയോജനങ്ങളുണ്ട്. അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാനും അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്വണങ്ങാനും അവൻ്റെ നിയമങ്ങളെ സമ്പൂർണ്ണമായി അനുസരിക്കുവാനും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതകൾ ഇല്ലാതാക്കാനും എല്ലാറ്റിനും നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് സഹായകമാകും. എന്നാൽ ഏറ്റവും പ്രധാനം അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ കൊണ്ടും അതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അള്ളാഹിനെക്കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ അറിവുകളും അവനെക്കുറിച്ച് അറിയാത്തിടത്തോളം കാലം അത് അപൂർണമാണ്. അവനെക്കുറിച്ച് അറിയാൻ പിന്നെ എല്ലാ നിലക്കും നിരീശ്വരത്വവും യുക്തിവാദവും പ്രചരിപ്പിക്കുന്ന അതിനു വേണ്ടി തന്നെ എന്ത് ചെയ്യണത് ഇടുന്ന ഒരാളിപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് യുക്തി എന്ന് അദ്ദേഹം പറയാണ്. എന്താണ് യുക്തി? അപ്പോൾ യുക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാ മതങ്ങളും യുക്തിരഹിതമായ ആശയങ്ങൾ പറയുന്നത് കൊണ്ട് മതത്തിലൊന്നും യുക്തിയില്ല എന്നാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും അയാൾ അതിൻ്റെ ഇടയിൽ തുറന്ന് സമ്മതിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഈ മഹാപ്രപഞ്ചവും അതിലെ സൃഷ്ടിജാലങ്ങളും എല്ലാം വെറുതെ ഉണ്ടായത്, അതാരും ഡിസൈൻ ചെയ്തതല്ല. അതിൻ്റെ പിന്നിലൊരു ബുദ്ധി വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയല്ല എന്നാണ്, അത് യുക്തിയല്ല എന്നാണ്. പിന്നെന്താ യുക്തി? അപ്പൊ യുക്തിവാദമാണ് ഏറ്റവും അധികം യുക്തിയില്ലാത്ത കാര്യം അല്ലേ? ഈ മഹാപ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ആസൂത്രണമോ ഒരു പ്ലാനിങ്ങോ
ഒരു ശക്തിയോ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും യുക്തിരഹിതമാണെന്ന്. പിന്നെന്തിനപ്പോൾ അയാളത് അംഗീകരിക്കാതിരിക്കുന്നത്? അതിനയാളെ പറഞ്ഞ ന്യായം, അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവമാണെന്നതിന് എന്താ തെളിവെന്നാണ്. പിന്നെ ചോദിക്കും, അങ്ങനെ ഒരു ശക്തി ഉണ്ട് നമുക്ക് സമ്മതിക്കാം, അതിന് നമ്മളെ ലോജിക്ക് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ അത് ദൈവമാണെന്നതിന് എന്താണ് തെളിവെന്ന്? അതാണ് നമ്മൾ പറയണത്. അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാവുകയും ആ ശക്തിയെക്കുറിച്ച് അറിയാൻ ഈ ലോകത്ത് എന്താണ് ഒരു വഴി എന്ന് അന്വേഷിക്കുമ്പോൾ അതിനേറ്റവും വിശ്വസനീയമായ ഏറ്റവും സുരക്ഷിതമായ വഴി എന്താണ്? ആ ദൈവം മനുഷ്യരിൽ നിന്നൊരാളെ തിരഞ്ഞെടുത്ത് അയാൾ പ്രവാചകനാണെന്ന് നമുക്ക് അത്ഭുത ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി ആ തത്വങ്ങളും നിയമങ്ങളും ദൈവീകമാണെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് അതിലൂടെ അല്ല ആരാന്ന് പറയുന്നു, ഞാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഞാൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്, എല്ലാം നിയന്ത്രിക്കുന്ന ആളാണ്, എല്ലാം കാണുന്ന ആളാണ്, എല്ലാം കേൾക്കുന്ന ആളാണ്, എല്ലാം സംവിധാനിക്കുന്നവനാണ് എന്നിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അതന്നെയാണ് പടച്ചോന്ന്. അല്ലാതെ വേറെ എന്താ നമുക്ക് വഴിയുള്ളത്? നമുക്ക് ഊഹിച്ചിട്ടോ ചിന്തിച്ചിട്ടോ കണ്ടെത്താൻ എന്തില്ല, ഒരു വഴിയില്ല എന്നാണ്. ഇതാണ് ഇപ്പൊ ഈ രണ്ടായത്തിലും പറയണത്. അഞ്ചാമത്തെ ആയത്ത് നോക്കൂ. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഖ്ഫാ അലൈഹി, അവന്റെ മേൽ എന്താവുകയില്ല, അവ്യക്തമാവുകയില്ല, കാണാതെ പോവുക, മറഞ്ഞു പോവുക. നമുക്ക് എല്ലാ വസ്തുക്കളെയും അറിയാനും കാണാനും മനസ്സിലാക്കാനും ഉള്ള പരിമിതിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരിമിതി. ഇപ്പൊ വയനാട് ചെറിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ മണ്ണിനടിയിലാണ്, അവരെ തെരയാണ്. അലച്ചുഖങ്ങള് മണ്ണിനടിയിൽ അവരുണ്ടല്ലോ, എവിടെയെന്ന് അറിയാൻ ഒരു സംവിധാനം നമ്മുടെ കയ്യിലില്ല. എല്ലാം മണ്ണും മാന്തി മറിച്ചിട്ട് നോക്കണം. എത്ര ദിവസത്തെ പണിയെടുത്തിട്ടാണത്? നമുക്ക് അറിയാൻ വഴിയില്ല. എല്ലാം അറിയാന്ന് പറഞ്ഞാൽ അതൊരു ആലോചിക്കും നിങ്ങൾ, അള്ളാഹു എല്ലാം അറിയും. എങ്ങനെ നമ്മൾ അത് വിശദീകരിക്കാം? എല്ലാ മറഞ്ഞതാവട്ടെ, പ്രത്യക്ഷമാകട്ടെ, പരോക്ഷമാകട്ടെ. ഇനിയിപ്പോ ഒറ്റ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ദൃശ്യമായ തന്നെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുമോ? നമ്മളെ മുന്നിലുള്ള ഒരു സംഗതി തന്നെ നമുക്ക് സമ്പൂർണമായി കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് എത്ര വിശാലമാണ്. എല്ലാം ഒരേ സമയത്ത് അറിയുന്നു, ഒരു കാര്യവും അറിയാതെ പോകുന്നില്ല. അപ്പൊ അറിയാന്ന് പറഞ്ഞാൽ ആരേക്കാണ്? ഈ അതിർത്തികൾ നിശ്ചയിക്കാത്ത ഈ മഹാപ്രപഞ്ചത്തിലെ സർവ്വ അറിവും അള്ളാഹുവിനുണ്ട്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനുണ്ട്. അപ്പൊ ഒരു കാര്യങ്ങളും അവന്റെ മേൽ മറഞ്ഞു പോവുകയില്ല. എത്ര വലിയ സന്ദേശമാണത്! ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും പടച്ചോൻ കാണും. അപ്പൊ അള്ള കാണാതെ ഒരു തെറ്റും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത ഒരു നന്മയും അവൻ അറിയാതെ പോയിട്ടില്ല. നമ്മളിനി ഒരു സങ്കടത്തിലാണ്, അള്ളാഹു അറിയും. നമ്മൾ നിരാശയിലാണ്, അള്ളാഹു അറിയും. എല്ലാം അള്ളാഹു അറിയും. അപ്പൊ നമ്മൾ തന്നെ ഒരു സമാധാനത്തിന് വല്ലാതെ ഇടങ്ങേറാൻ പറയും, ഒക്കെ ഒരുത്തൻ കാണുന്നുണ്ടല്ലോ എന്നറിയും അല്ലേ? അതിന് വല്ലാത്ത സമാധാനമല്ലേ? എല്ലാം ഒരുത്തൻ കാണുന്നുണ്ട് എന്നാണ്. നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരാൾ നമ്മളെ ഇടങ്ങേറാക്കി, അവനോട് ഒരു പ്രതിക്രിയയും ചെയ്യാൻ നമുക്ക് പറ്റൂല. അത്രമാത്രം നഷ്ടവും അത്രമാത്രം അപമാനവും ഒരാൾ നമുക്ക് വരുത്തി എന്ന് വിചാരിക്കാം. നമ്മളെന്താ സമാധാനിക്കുക? ഓന് പടച്ചോൻ കൊടുത്തോളും അല്ലേ? അങ്ങനെ കൊടുക്കണം എന്നല്ല, അതിനൊരു അവസാനം പടച്ചോണ്ടാക്കിക്കോളും എന്നാണ്. എല്ലാം അറിഞ്ഞും എല്ലാം നിരീക്ഷിച്ചും എല്ലാം കണ്ടും ഈ മഹാപ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു നാഥനുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു നാഥനുണ്ടാവുന്നത്. അതാണ് എപ്പോഴും ഏറ്റവും വലിയ അറിവും, എല്ലാറ്റിനും ഉപരി, എല്ലാ കാര്യങ്ങൾക്കും ഉപരി ഒരാളുണ്ട് എന്നുള്ള അറിയും. അപ്പൊ എല്ലാം അള്ളാഹു അറിയുന്നു. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ യാതൊന്നും അവന്റെ മേൽ അവ്യക്തമായിരിക്കുകയില്ല. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ യാതൊന്നും അവ്യക്തമാകുകയില്ല. ഹാദാ ഫീഹി തഖ്രീറു ഇഹാതത്തി ഇൽമിഹി ബിൽ മഅലൂമാത്ത്. എല്ലാം അല്ലാഹു അതിസൂക്ഷ്മമായി അറിയുന്നതാണ്, പ്രത്യക്ഷമായതും പരോക്ഷമായതും എല്ലാം എന്നാണ്. അള്ളാഹു അറിയാതെ ഒരു കാര്യവും പോകുന്നില്ല എന്ന് ആകാശം. അത് ലുക്മാൻ
മകന് പറഞ്ഞു കൊടുത്തപ്പോൾ അതിനെ എത്ര വ്യക്തമായിട്ടാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. മോനെ, ഒരു കടുക് മണിയുടെ കഷ്ണം അത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അതിനെ കൊണ്ടുവരും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അല്ലാഹു സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാ നിഗൂഢമായതും കാണുന്നവനാകുന്നു എന്നാണ്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട അള്ളാഹിനെക്കുറിച്ച്, അള്ളാഹിന്റെ അറിവിനെക്കുറിച്ചുള്ള ബോധമാണ്. എവിടെ എന്തുണ്ടോ അതെല്ലാം എന്തായിരിക്കും? അള്ളാഹു അറിയും എന്നുള്ളത്. എല്ലാം ആകാശത്തിലോ ഭൂമിയിലോ ഒന്നും അവന്റെ മേൽ എന്ത് ചെയ്യുന്നില്ല? അവ്യക്തമാകുന്നില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ ആ അറിവിനെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അവൻ ആരാണ്? ആ അള്ളാഹുവിൻ്റെ അറിവിനെ നമുക്ക് വിശദീകരിച്ചു തരാൻ. ഹുവല്ലദീ, അവൻ യാതൊരുവനാണ്. അള്ളാഹിനെ നമുക്ക് പറഞ്ഞു തരാൻ. യുസവ്വിറുക്കും, അവൻ രൂപപ്പെടുത്തുന്നു. ഫിൽ അർഹാമി, റഹ്മ് ഗർഭപാത്രം, ഗർഭപാത്രങ്ങളിൽ അവൻ രൂപപ്പെടുത്തുന്നു. കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടു വരുന്നതിനെയാണ് അള്ളാഹു ഇവിടെ അവൻ്റെ സൂക്ഷ്മജ്ഞാനത്തിനും എല്ലാ രഹസ്യങ്ങൾ അറിയുന്നതിനും അവൻ നമുക്ക് ഒരു ഉദാഹരണമായി പറയണത്. ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കൾ, നമ്മളൊരു ചെടി നട്ടാൽ ആ ചെടി വളർന്നു വരുമ്പോൾ ഒരു കർഷകന്റെ ജോലി എന്താണ്? ഒരു കർഷകന്റെ പണി എന്താണ്? ഒരു കർഷകന്റെ ജോലി അതിന് സമയോചിതമായി പരിരക്ഷ നൽകണം. കീടങ്ങളിൽ നിന്ന് പരിരക്ഷ നൽകണം, അതിന് വെയിൽ കിട്ടണം, അതിന് വെള്ളം കിട്ടണം, അതിന് വളം കിട്ടണം, ഒക്കെ വേണ്ടേ? എന്ന് പറഞ്ഞാൽ നിരന്തരമായ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടാവുന്നത്. എന്ന് ഞങ്ങൾ ആലോചിക്കണം. എന്താ വെച്ചാൽ, നിസ്സാരമായൊരു ബീജാണു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി രൂപപ്പെടുന്നത് ഏകദേശം 9 മാസങ്ങളും ഏതാനും ദിവസം. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ സെക്കൻഡിലും ആ വളർച്ചയ്ക്ക് അനിവാര്യമായ സംഗതികൾ വളരെ കറക്റ്റായിട്ട് സമയോചിതമായി, 1 മാസം കഴിഞ്ഞാൽ എത്രയാവും, 2 ആഴ്ച കഴിഞ്ഞാൽ എത്രയാവും, 4 ആഴ്ച കഴിഞ്ഞാൽ എത്രയാവും, ഇത് വളരെ കൃത്യമായി നടക്കണം. നമ്മളിപ്പോൾ ഇവന്റ് മാനേജ്മെന്റിനൊക്കെ ഏൽപ്പിക്കലില്ലേ സാധനമൊക്കെ അല്ലേ? കഴിഞ്ഞ എന്തേക്കാരം നമ്മൾ നോക്കുമ്പോഴുള്ള അവസ്ഥ എന്തേക്കാരും? എല്ലാത്തിനും പൈസ കൊടുത്ത ആൾക്കാരാക്കിയിട്ട് സമയത്ത് നടക്കുമോ എല്ലാം കൃത്യമായിട്ട്? ഇതിലെന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ തീർന്നില്ലേ ആ കുട്ടിൻ്റെ കാര്യം? എത്ര കറക്റ്റായിട്ടാണ് അതിൻ്റെ ആ സംഗതി വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളോ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് സംഭവിക്കണമെങ്കിൽ അതൊക്കെ അള്ളാഹിൻ്റെ അറിവോടുകൂടെ തന്നെയാണ്. അല്ല, എല്ലാം അള്ളാഹിൻ്റെ അതങ്ങനെ തന്നെ പറയണം, എല്ലാം അറിവോടുകൂടെ. അപ്പം ആ രൂപപ്പെടുത്തണമെങ്കിൽ എന്ത് വേണമെന്നറിയും? ആ ഗർഭപാത്രത്തിൻ്റെ നിഗൂഢമായ 3 അറകൾക്കുള്ളിലെ ഇരുട്ടറയിൽ എല്ലാം കണ്ടും അറിഞ്ഞും അതിനെ സംവിധാനിക്കുന്നവനാണ് അള്ളാഹു. അതിലാർക്കെങ്കിലും പങ്കുണ്ടോ? വാപ്പക്കോ ഉമ്മക്കോ ലോകത്ത് ആർക്കെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. ഞാനും നിങ്ങളൊക്കെ ആ ഗർഭപാത്രത്തിൻ്റെ ഇരുട്ടറയിൽ രൂപപ്പെട്ട് വന്നത് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലാണ്. അതിൻ്റെ ഒരു അത്ഭുതങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഇത്ര കണക്കിന് കോടിക്കണക്കിന്, നിങ്ങൾ ഏതെങ്കിലും ആഫ്രിക്കയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയാലും എന്നെപ്പോലത്തെ ഒരാൾ അവിടെ ഉണ്ടാവില്ല, നിങ്ങളെപ്പോലത്തെ ഒരാൾ അവിടെ ഉണ്ടാവില്ല. എല്ലാവർക്കും 2 കണ്ണും ഒരു മൂക്കും ഒരു വായും തന്നെയല്ലേ. എങ്ങനെയാണ് ഈ വ്യത്യാസം? എത്ര വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ നിങ്ങൾ ബാക്കിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ നിക്കാബൊക്കെ ഇട്ട കണ്ണുണ്ടാ മനസ്സിലാവും അല്ലേ? മുഖം മറച്ച ഒരാളെ കണ്ണുണ്ടാ മനസ്സിലാവും. ഈ തലൻ്റെ ഒരു പിൻവശം കണ്ടാൽ മനസ്സിലാവും. എന്തിന് വിരല് കണ്ടാൽ മനസ്സിലാവും. എങ്ങനെയാണ് ഇത് ഇത്രയും വൈവിധ്യമാർന്നൊരു സൃഷ്ടിപ്പ് ഗർഭപാത്രത്തിൽ നടക്കുന്നതെന്നാണ്. ആ മനുഷ്യന്റെ വ്യത്യസ്തത. ഒരേ വാപ്പൻ്റെയും ഉമ്മൻ്റെയും 9 മക്കളെടുത്ത് നോക്കിയാൽ ഒരാളെപ്പോലെ വേറൊരാളില്ല. ആലോചിക്കുക നിങ്ങൾ, മനുഷ്യന്മാരൊക്കെ ഒരേ രൂപത്തിലാണെങ്കിൽ ഒരു ആശയക്കുഴപ്പം എത്ര ഏക്കാരെന്ന് ആലോചിക്കുക.
ഒരു ഇരട്ട കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ആ വാപ്പിയമ്മ അല്ലാത്തവർക്കൊക്കെ കൺഫ്യൂഷനാണ് അല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ എവിടെ ചെന്നാലും ആരെയും അറിയും. അപ്പൊ ഈ ഗർഭപാത്രത്തിലുള്ള അള്ളാഹുവിന്റെ രൂപപ്പെടുത്തൽ നമ്മൾ ചിന്തിച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും അറിയണ ശാസ്ത്രവും ഭ്രൂണശാസ്ത്രവും മറ്റൊക്കെ വെച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് നമുക്ക് ചിന്തിച്ചാൽ അത്ഭുതമാണ്. അള്ളാഹനെ മനസ്സിലാക്കാൻ അത് മാത്രം മതി. ഗർഭപാത്രത്തിലൊരു കുഞ്ഞ് എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അള്ളാഹു എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനാണ് എന്നതിന് ഉദാഹരണമായി കൊടുത്താണ് ഹുവല്ലദി യുസവ്വിറുക്കും മിൻ കാമിലിൽ ഹൽക്കി വനാക്കിസ്. അതായത് ഒരു സൃഷ്ടിപ്പിൽ വരുന്ന വൈകല്യങ്ങളും എല്ലാം അവൻ അറിയും. അതിൽ നല്ലതും ചീത്തയും, ആണോ പെണ്ണോ, എപ്പോഴാണ് ആണിന്റെ ലക്ഷണം, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം, എപ്പോഴാണ് അത് രൂപപ്പെട്ടു വരുന്നത്, എല്ലാം അവനാണ് സംവിധാനിച്ചു വെക്കുന്നവനാണ്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ എന്ത് ചെയ്യുന്നു, അതിനെയെല്ലാം അവൻ സംവിധാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യഖ്ഫ. അള്ളാഹുവിൻ റബ്ബന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ രഹസ്യമാക്കുന്നു പരസ്യമാക്കുന്നു എല്ലാം നീ അറിയും, ഒരു രഹസ്യവും നിന്റെ അടുക്കൽ എന്ത് ചെയ്യില്ല, രഹസ്യമായി മറഞ്ഞു നിൽക്കയില്ല എന്നാണ്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ രഹസ്യങ്ങളും അള്ളാഹു അറിയും എന്ന് പറയുന്ന ആ ഒരു എല്ലാം പടച്ചോനെ നീ അറിയലോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനവും ഒരാശ്വാസം എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ എന്തെൻ്റെ അവസ്ഥ അത് ഞാൻ പറയാതെ നിനക്കറിയും. എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ചിന്തിക്കുന്നു അത് നിനക്കറിയും. ഞാൻ എന്ത് ആലോചിക്കുന്നു, എനിക്ക് നാളെ എന്ത് സംഭവിക്കും നിനക്കറിയും. ഇന്നലകളിൽ ഞാൻ ആരായിരുന്നു എല്ലാം നിനക്കറിയുന്നതാണ്. അള്ളാൻ്റെ അറിവ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനവും സന്തോഷവും എന്താണ്, വലുതാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലാഹു, കണ്ടോ, അതാ ഞാൻ പറഞ്ഞ അള്ളാൻ്റെ ഏത് നാമങ്ങളും വിശേഷണങ്ങളും. ഇപ്പൊ സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ജൂതന്മാരുടെ വിശ്വാസങ്ങളിൽ വരുന്ന വൈകല്യങ്ങളാണ് അൽ ബക്കറ സൂറത്തിൽ അള്ളാഹു നമുക്ക് ഇതിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ഈസാ നബി അലൈഹിസ്സലാമിലൂടെ ഏറ്റവും നല്ല ഏകദൈവ വിശ്വാസത്തെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൽ എന്താണ് കൃത്രിമത്വങ്ങൾ ഉണ്ടാക്കി ഈസാ നബിയെ ദൈവപുത്രനാക്കി ദൈവ മനുഷ്യനായി അവതരിച്ചതാക്കി ത്രിയേകത്വമാക്കി ഒക്കെ അതിനെ ആ വിശ്വാസത്തെ വികലമാക്കിയ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അവസ്ഥയാണ് ഖുർആൻ ഈ സൂറത്ത് ആൽ-ഇംറാനിൽ അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാഖ്യാന വിശദീകരണം പറയുമ്പോൾ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാതാക്കൾ ഇത് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ് എന്താ വെച്ചാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു ഈസാ നബി ദൈവമല്ല, ദൈവത്തിൻ്റെ ഒരു വിശേഷണങ്ങളും ഒരു നാമങ്ങളും അദ്ദേഹത്തിനില്ല, എന്നെന്നും നിയന്ത്രിക്കുന്നവനല്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, യേശുക്രിസ്തു മരിച്ചുപോയി, യേശുക്രിസ്തു ജനിച്ചു, ഇതൊക്കെ പറയുന്നത് അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് പറയുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ എന്തില്ല, ആരാധ്യനില്ല എന്നാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. അള്ളാഹുവിൻ്റെ ഏത് നാമങ്ങളെയും ഏത് ഗുണങ്ങളെയും ഏത് വിശേഷണങ്ങളെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് അല്ലാതെ ആരാധിക്കാനൊക്കെ അർഹനില്ല. ഇമാം നാസിർ സാദി ഈ തഫ്സീറിൽ പറയുന്നുണ്ട്, അള്ളാഹു ഹയ്യാണ്, അള്ളാഹു ഖയ്യൂമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളാൻ ഈ രണ്ട് വിശേഷണങ്ങൾക്ക് പറ്റുന്നതാണ്. അല്ല കേൾക്കും എന്ന് പറഞ്ഞാൽ ജീവനുള്ളവനാണല്ലോ കേൾക്കുക, അല്ലേ? അല്ല കാണും എന്ന് പറഞ്ഞാൽ ജീവനുള്ളവനാണ് കാണുക. അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന വിശേഷണവും എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന വിശേഷണവും എന്താണ്, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളെയും അൽ മുതളമ്മിനത്തൈനി ജമീഅ സിഫാത്തിൽ മുഖദ്ദസ, എല്ലാ പരിശുദ്ധ നാമങ്ങളെയും ഉൾക്കൊള്ളാൻ ഈ രണ്ട് വിശേഷണങ്ങൾക്ക് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ വിശേഷണങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ ആ വിശേഷണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അള്ളാഹു എന്നുള്ള വാക്ക് എടുത്തു നോക്ക് നിങ്ങൾ. അള്ളാഹു എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എടുത്തു നോക്കി. അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ. അതെന്താ? ആരാധനക്ക് അർഹനായ
യഥാർത്ഥ ആരാധ്യൻ, അതല്ലേ അതിൻ്റെ അർത്ഥം. അള്ളാഹു യഥാർത്ഥ ആരാധ്യൻ അല്ല മാത്രമേ ഉള്ളൂ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഏത് വിശേഷണങ്ങളും എടുത്തു നോക്കിയാലും അതൊക്കെ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് എല്ലാ വിശേഷണങ്ങളും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെതാണ്. മറ്റാർക്കും ഈ മഹാപ്രപഞ്ചത്തിൽ യാതൊരു അധികാരങ്ങളും ഇല്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആരും ശുപാർശ ചെയ്യും. എന്നാൽ അള്ള കൈവിട്ടവനെ ആര് വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റൂല. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവന് ദൈവികതയിലൊരു പങ്കുണ്ടല്ലോ. അള്ള കൈവിട്ട ഒരാളെ വേറൊരാൾക്കും രക്ഷപ്പെടുത്താൻ പറ്റൂല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന അയ്ദിഹിം വമാ ഖൽഫഹും, യഅലം അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിമ്പിലുള്ളതും എല്ലാം അവൻ അറിയും. യഅലമു മാ ബൈന അയ്ദിഹിം വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ല ബിമാ ശാഅ, അവൻ്റെ അറിവുകളിൽ നിന്നും ഒന്നും മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, അറിയാൻ പറ്റൂല. അവൻ അറിയിച്ചു കൊടുക്കാണ്. വസിഅ കുർസിയു സമാവാതി വൽ അർദ്, അവൻ്റെ സിംഹാസനം ആകാശഭൂമികളോളം വിശാലമാണ്. വസിഅ കുർസിയു സമാവാതി വൽ അർദ് വഹുവൽ അലിയുൽ അലീം, അവൻ ഉന്നതനാണ്, അവൻ മഹാനാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏതറിവും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല എന്നതാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തൊരു അക്രമാണ്. ഈ സഅദിന്റെ തഫ്സീൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്, ഈ എന്താണ് ഈ അല്ലല്ലാത്തോലെ ആരാധിക്കുന്നത് ഇത്ര വലിയ കുറ്റമാകാനുള്ള കാരണം എന്താണെന്നാണ്. അത് പറഞ്ഞത് അള്ളാഹു എന്ന് പറയുന്ന ഏറ്റവും പരമമായ ആ ശക്തിയും ആ അള്ളാഹുവും അവന് പുറമെ ആരാധിക്കപ്പെടുന്നവരും തമ്മിലുള്ള അന്തരം അത്ര വലുതാണെന്നാണ് പറയുന്നത്. ആലോചിച്ചൊക്കെ നിങ്ങൾ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള അള്ളാഹുവിന് സമാനമായിട്ടാണ് ശവകുടീരത്തിൽ മറവ് ചെയ്യപ്പെട്ട അസ്ഥി കഷ്ണങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു 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 പ്രതിമയെ, ഒരു ചിത്രത്തെ ആരോടാണ് സമാനപ്പെടുത്തുന്നത്? ആരോടാണ്? ഈ നിസ്സാരമായ ഒന്നിനെ എന്തിനോടാണ് സമാനപ്പെടുത്തുന്നത്? ഇത്രയും നാമഗുണ വിശേഷണങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹു, അതെത്ര വലിയ തെറ്റാണെന്ന്. ഇത്രയും മഹത്തായ ഒരു ശക്തിയെ ഇത്രയും നിസ്സാരരായ അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിസ്സാരരും ദുർബലരുമായ ആളുകളോട്, നിസ്സഹായരുമായ ആളുകളോട് സമാനപ്പെടുത്തുക. എന്നിട്ട് ആ അള്ളാഹിനോട് ചോദിക്കുന്നത് ഇവരോട് ചോദിക്കുക, ആ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇവരോട് ചോദിക്കുക. എത്ര വലിയ അക്രമമാണ്! ഇന്ന ശിർക ലദുൽമുൻ അലീം, ഏറ്റവും വലിയതാണ്. അതുകൊണ്ട് പടച്ചോൻ വേറെ ഒക്കെ പൊറുക്കും, ഒരിക്കലും പൊറുക്കാത്തതാണെന്ത്? ബഹുദൈവത്വം. അല്ലല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളത് അല്ല ഒരിക്കലും പൊറുക്കാത്തത്. ഇന്നക്കും മനുഷ്യരിക്ക് ബില്ല ഫഖദ് ഹറം അല്ലാഹു അലൈഹി, സ്വർഗം അവന് നിഷിദ്ധമാണ്, അവന് നരകത്തിന്റെ അവകാശിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമിക ലാ ഇലാഹ ഇല്ലാ ഹുവ ഹുവൽ അസീസുൽ ഹകീം, ഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു, യുക്തിമാനുമാകുന്നു എന്നാണ്. അസീസ്, ഇസ്സത്ത്, പ്രതാപം. അള്ളാഹു ഏതൊരു കാര്യമെടുത്താലും അതിൽ ഏറ്റവും ഇസ്സത്തോടെ ഔന്നിത്യത്തോടെ നിൽക്കുന്നത് ആരായിരിക്കും? അള്ളാഹു ആയിരിക്കും. എല്ലാറ്റിലും ഏത് വിഷയം നമ്മൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം ഏറ്റവും വലിയ പ്രതാപം അൽ ഇസ്സു ഇസാരി വൽ കിബ്രിയ ഉരിദായി. ഇസ്, അത് മഹത്വം പറയാൻ. നമ്മൾ ഓരോ മഹത്വങ്ങൾ പറയുമ്പോൾ അത് കിബിർ നമ്മൾ പറയാം. അല്ല എന്ത് പറഞ്ഞാലും കിബിറാവൂല. എന്താ? അള്ളാഹ്ക്ക് അതൊക്കെ ഉണ്ട് അല്ലേ? അല്ല എന്ത് പറഞ്ഞാലും അത് കിബിറാവൂല, അഹങ്കാരമാവൂല. അല്ല എന്ത് പറഞ്ഞാലും അഹങ്കാരമാവൂല. എന്തുകൊണ്ടാ? അതൊക്കെ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. അള്ളാഹു അസീസാണ്. ഏതിലും മഹത്വവും ഉന്നതിയും അവനാണുള്ളത്.
അൽ ഹക്കീം, ഏറ്റവും അധികം വിശകലനം ചെയ്യേണ്ട നാമാണ് ഹക്കീം. ഹിക്മത്ത്, എല്ലാറ്റിനെയും അതിൻ്റെ സ്ഥാനത്ത് വെക്കുന്നു എന്നാണ് പണിക്കും. ഓരോന്നിനെയും അതിനെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക, അതാണ് സംവിധാനങ്ങൾ. ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താണ്? അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. സൂര്യൻ എവിടെ നിൽക്കണം? സൂര്യപ്പം നിൽക്കുന്നേക്കാളും മേലെയാണെങ്കിൽ ഭൂമിയിൽ ഇരുട്ടായിരിക്കും. താഴത്തേക്ക് വന്നാലോ ഒക്കെ കരിഞ്ഞു പോകും. അതിനൊരു കറക്റ്റ് പൊസിഷൻ അല്ല നിശ്ചയിച്ചു കൊടുത്താണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ആ ഒറ്റ ആയത്ത് മതി. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, ആകാശത്തു നിന്ന് വെള്ളം ഞാൻ ഇറക്കി. എന്നിട്ടോ ബിഖദരിൻ, ഒരു കണക്ക് പ്രകാരം എന്നാണ്. ഇപ്പൊ ഇന്ന് റെഡ് അലർട്ടാണ് അല്ലേ? മലപ്പുറം ജില്ലക്ക് ഒഴിവാണ്. മഴ ഒരളവിലാണ് അത് തരുന്നത്. ആകാശത്തുനിന്ന് അത് വീഴുന്നത് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേ? കാരണം ഇതിന്റെ ഭൂമിയിൽ എന്തും ജീവിക്കും. വെള്ളം വീണാ പോരെ എല്ലാറ്റിനെയും കഥ കഴിയാൻ. അപ്പൊ അതൊരു കണക്കിന് വരുള്ളൂ. ഇനി മഴയുടെ അളവ് ഈ പറഞ്ഞതിനേക്കാളും അധികരിച്ചാലോ ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾക്കും നിൽക്കാൻ പറ്റൂല. എന്നിട്ട് മാത്രമല്ല, ആ മഴയെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ എന്താണ്? ഞാനാണ് തടഞ്ഞു നിർത്തുന്നത്. എവിടെ കുഴിച്ചാലും വെള്ളം, അടിയിൽ പാറ, മേലെ വെള്ളം ശേഖരിച്ച് വെക്കുക. ഫഅസ്കന്നാഹു ഫിൽ അർള്, ഭൂമിയിൽ നാം അതിനെ എന്ത് ചെയ്യുന്നു? താമസിപ്പിച്ച് അടക്കി വെക്കുന്നു, തങ്ങി നിർത്തുന്നു. അവിടെ നിർത്തിയില്ല. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ആ വെള്ളത്തെ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. എപ്പോഴാണോ ഭൂമിയിലെ വെള്ളം വേണ്ടാൻ തീരുമാനിക്കുന്നത്, അപ്പം അതിനെ പിൻവലിക്കാനും എനിക്കെന്ത് ചെയ്യും? സാധിക്കുമെന്നാണ് അള്ളാഹു. അപ്പം അള്ളാഹിൻ്റെ ഹിക്മത്ത് എന്തിലുമുണ്ട്. ഒരു നിസ്സാരമായ ഒരു വളക്കിലൊരു പാറ്റൻ എടുത്ത് നോക്കിയാൽ പോലും അതിലൊരു ഹിക്മത്തുണ്ട്. പഴങ്ങളിൽ, ചെടികളിൽ, ഭൂമിയിൽ, മഴയിൽ, പ്രപഞ്ചത്തിൽ, എവിടെയും അള്ളാഹുവിൻ്റെ അയുക്തിജ്ഞാനം. എന്ത് എങ്ങനെയാവണം, ഏത് എവിടെ വേണം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ആ കറക്റ്റായിട്ടുള്ള ആ അറിവ്, അതാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. അതാണ് ഹക്കീം. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ അഗാധജ്ഞനും പ്രതാപശാലിയുമാകുന്നു എന്നാണ്. അപ്പം ശരിക്കും നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഈ അള്ളാഹുവിൻ്റെ നാമങ്ങൾ. ഈ റമദാനിലൊക്കെ ഉണ്ടാവും ഈ പണ്ഡിതന്മാരുടെ ദർസ്. അപ്പോൾ ഓരോ ദിവസം അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾ വിശദീകരിക്കും. 30 റമദാൻ കഴിയുമ്പോഴേക്കിനും 30 അള്ളാഹിൻ്റെ നാമങ്ങൾ പഠിക്കും. നമ്മൾ ഏറ്റവും വളരെയധികം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ആ നാമങ്ങളും വിശേഷണങ്ങളും അറിയാന്നുള്ളത്. അള്ളാഹിൻ്റെ നാമങ്ങളെ വിശേഷണങ്ങൾ ഏറ്റവും നന്നായി വിശകലനം ചെയ്ത ഒരാളാണ് നാസിർ സഅദ് റഹ്മാൻ. വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടറിയോ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ മനസ്സിലാക്കി തരുന്ന ഒരു തഫ്സീറാണ് ഈ നാസിർ സഅദിൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളൊന്ന് ഓതി നോക്കുന്നാൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم.